ഹായ്, ബിഗ് ബോസ് സീസൺ 7-ൽ ഷാനവാസും ലക്ഷ്മിയും എങ്ങനെയായിരുന്നു? ലക്ഷ്മി വൈൽഡ് കാർഡായി വന്നതിന് ശേഷം ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടായിരുന്നു. ആദ്യം ലക്ഷ്മി ഷാനവാസിനെതിരെ കിച്ചണിൽ വെച്ച് വഴക്കുണ്ടാക്കി. പിറ്റേ ദിവസം ഷാനവാസ് അതിന് പ്രതികാരം എന്ന വണ്ണം ലക്ഷ്മിക്കെതിരെ തിരിയുകയും ചെയ്തു. ലക്ഷ്മിയെ പൊളിച്ചടക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് അങ്ങോട്ട് അവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് വീട്ടിൽ. ലക്ഷ്മിക്ക് എടി പോടി വിളി ഇഷ്ടമല്ല. പക്ഷെ ഷാനവാസ് ആണെങ്കിൽ ലക്ഷ്മിയെ എടി എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. ഷാനവാസെ, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കുന്നത്, എന്നെ എടി എന്ന് വിളിക്കരുത്. അപ്പോൾ ഷാനവാസ് തിരിച്ച് എടി പോടി എന്ന് മാത്രമേ ഈ പറയുന്ന ലക്ഷ്മിയെ വിളിക്കുകയുള്ളൂ. കാരണം അതൊരു ഷോ ആണ്. അവിടെ ദേഷ്യമുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ വലിയ വഴക്കുകളും ഉണ്ടാവും. ആ വഴക്കിന്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഷാനവാസിന്റെ എടി പോടി വിളി ഈ പറയുന്ന ലക്ഷ്മിക്ക് അത്രയേറെ ദേഷ്യമാണ് ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നത്. ഷാനവാസിനെ തരം കിട്ടുമ്പോഴെല്ലാം ലക്ഷ്മി ആ സമയത്ത് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഷാനവാസ് ലക്ഷ്മിയെ തമ്പുരാട്ടി എന്നാണ് വിളിച്ചിരുന്നത്. ആ വിളി കേൾക്കുമ്പോൾ ഈ പറയുന്ന ലക്ഷ്മിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമായിരുന്നു. ഷാനവാസ് അത് ഉപയോഗിക്കുകയും ചെയ്തു. എല്ലാ സമയത്തും തമ്പുരാട്ടി തമ്പുരാട്ടി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരുന്നു. ലക്ഷ്മിക്കാണെങ്കിൽ ആ വിളി കേട്ട് പ്രാന്തായി, പിന്നെ മിണ്ടാതായി. ഷാനവാസിനോട് ഒരു അക്ഷരം മിണ്ടാതെ അങ്ങനെ ഇരിപ്പായി. നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ്. പക്ഷെ ലക്ഷ്മി പുറത്താവുന്നതിന് മുൻപ് ഇവർ തമ്മിലുള്ള പിണക്കങ്ങൾ അങ്ങ് തീർന്നു. അവർ നല്ല സുഹൃത്തുക്കളായി മാറി. നല്ല രീതിയിൽ അവരുടെ ആ ബന്ധം വളരുകയും ചെയ്തു. റീ എൻട്രി നടത്തിയ സമയത്ത് ലക്ഷ്മി പല ആൾക്കാരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഷാനവാസ് നല്ലൊരു മനുഷ്യനാണ്, ജെനുവിനായിട്ടുള്ള മനുഷ്യനാണ്, നല്ല ഹൃദയമുള്ള മനുഷ്യനാണ് എന്നുള്ളൊരു കാര്യം. ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞതിന് ശേഷവും ലക്ഷ്മി പല ലൈവിലും പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനെ കുറിച്ച്. നല്ലൊരു ജെനുവിനായിട്ടുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ തമ്മിലുള്ള സൗഹൃദം അങ്ങ് വളർന്നു. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാനവാസിന്റെ ഫാൻസ് മീറ്റപ്പിൽ ലക്ഷ്മി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗസ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി മാത്രമല്ല, അനീഷും ഉണ്ടായിരുന്നു. ലക്ഷ്മി അവിടെ ഗസ്റ്റായി വന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഷാനവാസ് വിളിച്ച ആ തമ്പുരാട്ടി വിളിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് ലക്ഷ്മിക്ക് ഈ തമ്പുരാട്ടി വിളി വലിയ ദേഷ്യമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ ആ വിളി വലിയ ഇഷ്ടമാണ് എന്നാണ് ലക്ഷ്മി പറയുന്നത്. എന്തായാലും ലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, തമ്പുരാട്ടി. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ടൊരു എൻട്രിയും കൂടെ വേണം എന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചിയിൽ തന്നെ ഉണ്ട്. പിന്നെ എന്താ, ഷാനവാസൊക്കെ ഇത് കഴിഞ്ഞിട്ട് കണ്ടിട്ടുമില്ല. എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമൻസ്, പിന്നെ ഷാനവാസൊക്കെ കണ്ടില്ലേ, രണ്ടുപേരും കൂടെ ഒരു കോംബോ ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള കമൻസൊക്കെ അപ്പോൾ ഞങ്ങളും വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്ലാനും കൂടെ ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു സദസ്സിൽ നടക്കാൻ പറ്റിയതിൽ താങ്ക് യു. വീണ്ടും ഉള്ളൊരു കണ്ടുമുട്ട്. ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഫാൻസ് അസോസിയേഷനൊക്കെ അതിൻ്റെയൊക്കെ ഭാരവാഹികൾ എല്ലാവർക്കും താങ്ക് യു. പേര് അവിടെ വെച്ച് എനിക്ക് ആ പേര് വിളിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഇഷ്ടമാണ്. കാരണം ആദ്യം ഞങ്ങൾ അടിയായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഫ്രണ്ട്സായി. ഞാൻ ഓർഡർ ഇടുന്നുണ്ടാന്ന് തോന്നുന്നു എനിക്ക് ആ പേരിട്ടെ. ഇപ്പം അങ്ങനല്ല, ഇപ്പം അതൊക്കെ മാറി. അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടൊന്നും അല്ല വന്നിരുന്നത് സംസാരിക്കാനായിട്ട്. സന്തോഷം, എല്ലാവരും കണ്ടതിൽ സന്തോഷം. കേട്ടില്ലേ, ലക്ഷ്മി പറഞ്ഞത് കേട്ടില്ലേ? ലക്ഷ്മിക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായി. അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് ഷാനവാസ് തമ്പുരാട്ടി എന്ന് വിളിച്ചത് ഞാൻ ഓർഡർ ഇടുന്നത് കൊണ്ടായിരിക്കും. അതായത് അധികാര സ്വരത്തിലാണ് പലപ്പോഴും ലക്ഷ്മിയുടെ സംസാരം. അതുകൊണ്ടായിരിക്കും തന്നെ തമ്പുരാട്ടി എന്ന് വിളിച്ചത്. ആ സമയത്ത് ദേഷ്യമുണ്ടായെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പൊ ഇഷ്ടമാണ് എന്നുള്ള തരത്തിലാണ് ലക്ഷ്മി പറയുന്നത്. തീർച്ചയായും വലിയ സന്തോഷം. ഇവർ തമ്മിലുള്ള സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ജെനുവിനായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ലക്ഷ്മി. തീർച്ചയായും വിശ്വസിച്ച് ഒരു സുഹൃത്തായി കൂട്ടാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അവരുടെ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുമ്പോൾ ബൈ ബൈ.